ഇവരിരുവരുടെയും മാതാപിതാക്കൾ ഒരു പണിസ്ഥലത്ത് തന്നെ ജോലി ചെയ്തു. കുഞ്ഞുനാൾ മുതൽ ഇരുവരും സുഹൃത്തുക്കളായി കിടക്ക പങ്കിട്ട് അത്രയ്ക്കും അടുപ്പമായിട്ട് വളർന്നു. ഇവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, മിത്രങ്ങളൊക്കെ വിട പറഞ്ഞു പോയി. അങ്ങനെ ഇവര് ചെറുപ്പമായപ്പോഴത്തേക്ക് ഇതേ മുതലാളിയുടെ ജോലിക്കാരായി പണി ഇവര് ഏറ്റെടുക്കുന്നു. ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ തുടർന്നിരുന്ന അതേ പണി തന്നെ. അങ്ങനെ ഈ കാള തൻ്റെ ഉറ്റ സുഹൃത്തായ കഴുതയോട് പറയുന്നു, എനിക്ക് പറ്റുന്നില്ല, ഇവർ ഭയങ്കര ജോലിഭാരമാണ് എനിക്ക് തരുന്നത്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഇവർക്കത് മനസ്സിലാവുന്നില്ല മുതലാളിക്ക്, എന്നെ കൊണ്ട് ഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കുക, എന്തോ ചെയ്യും കഴുതേ, എൻ്റെ സുഹൃത്തെ. അപ്പോൾ കഴുത പറഞ്ഞ, ഒരു കാര്യം ചെയ്യും, നീ ഒരു 3-4 ദിവസം വിശ്രമിക്കാനായിട്ടേ, നിനക്ക് പനിയാണ്, വയ്യായിക ഉണ്ട് എന്നുള്ള രീതിക്ക് മുതലാളി ധരിപ്പിക്കും. അപ്പോൾ അങ്ങനെ നിനക്ക് റെസ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ എന്തായാലും ഈ കാള കഴുതയുടെ ഉപദേശം അനുസരിച്ച് ക്ഷീണിത ഭാവം കാണിക്കുകയും അങ്ങനെ വിശ്രമം ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും മുതലാളിക്ക് തന്നെ പണി നടക്കണം. അങ്ങനെ കഴുതയുടെ പുറത്തായി ഭാരം കൊടുക്കലും ചുമപ്പിക്കലും ഒക്കെ ആയിട്ട് കഴുതയ്ക്ക് പണിയായി. അപ്പോൾ 3 ദിവസം എന്നുള്ളത് ഈ കാള എന്ത് ചെയ്തു, കുറച്ചുകൂടെ ദിവസങ്ങൾ തനിക്ക് വയ്യായിക നടിച്ചുകൊണ്ട് കിടന്നു. അത്രയും ദിവസവും ഈ കഴുതയ്ക്ക് കൂടുതൽ പണി ആയി. ഇപ്പോൾ മുതലാളി കഴുത കൊള്ളാമല്ലോ, ഇവൻ പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ കൂടുതൽ പണി കഴുതയ്ക്ക് കൊടുക്കുകയും അധികം ദിവസം പിടിച്ചിരിക്കാൻ പറ്റാതെ കാള തൻ്റെ ജോലിക്ക് തിരിച്ചു വരികയും അങ്ങനെ കാളയ്ക്കും തൻ്റെ പണി, കഴുതയ്ക്കും പണി കിട്ടി, ഇരുവർക്കും പണി കിട്ടി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കൂടെ ഉള്ളവർ എന്ത് പറയുന്നു, ജോലി പങ്കിട്ടെടുക്കാം, അല്ലെങ്കിൽ ജോലിയിലെ ഭാരം കുറയ്ക്കാം, അതിന് ഉപാധി പറഞ്ഞു കൊടുത്തല്ലോ ഈ കഴുത ഈ കാളയ്ക്ക്. അവസാനം ഇരുവർക്കും പണി കിട്ടി. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നാം ശ്രദ്ധിക്കേണ്ട വാസ്തവികത. അപ്പോൾ മുതലാളി എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തായാലും മുതലെടുക്കും. അതുകൊണ്ട് കുറുക്ക് വഴികളൊന്നും വിജയിക്കില്ല. നേരായ മാർഗം ആണ് സ്വീകരിക്കേണ്ടത്, നേരായ വഴികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് പ്രായോഗിക തലത്തിൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നേടുന്നത്. തൽക്കാലത്തേക്ക് ഇയാൾക്ക് വയ്യായിക പറഞ്ഞു കാള, ഒരു പ്രയോജനമില്ലല്ലോ, വീണ്ടും ജോലിക്ക് കയറേണ്ടി വന്നു. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരങ്ങളാണ് ജീവിതത്തിൽ കണ്ടെത്തേണ്ടത്. അതാണ് ഈ കഥയുടെ ഒരു താൽക്കാലികമായിട്ട് ആരെയും പറ്റിക്കാനോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് ഒഴിവ് കിഴിവുകൾ പറഞ്ഞ് ഒന്നും നടക്കത്തില്ല. പെർമനൻറ്റ് സൊല്യൂഷൻസ് ആണ് വേണ്ടത്. അതാണ് ഈ കഥയുടെ പൊരുൾ. എന്തായാലും ഞാൻ കൊല്ലം അയത്തിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. 9605743596 എന്ന നമ്പർ. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, അഡോളസെൻ്റ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ മുഖത്തലയിലും NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. സേവനം നേടുക, കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസിന് സമീപിക്കുക, ശാസ്ത്രീയമായിട്ടുള്ള. വരിക. വെൽക്കം.